വെൽക്കം ഓൺ. വെൽക്കം ടു മാസ്റ്റർ കി അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ, അതായത് ഗ്ലൂക്കോസ് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ടെസ്റ്റ് ആണ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ. ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യുക. അത് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. വെറും വയറ്റിൽ ചെയ്യുന്നുണ്ട്, ഭക്ഷണ ശേഷം ചെയ്യുന്നുണ്ട്, ഇടനേരത്ത് ചെയ്യുന്നുണ്ട്, 3 മാസത്തെ ഷുഗർ ചെയ്തറിയാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സഹായിക്കുന്ന ടെസ്റ്റുകളുണ്ട്. സോ അതെല്ലാമാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ. So glucose estimation. Glucose estimation, blood glucose estimation is a diagnostic tool to use to assess and monitor glucose level. അതായത് എത്ര ഉണ്ട് എന്ന് അറിയാനും എങ്ങനെ നിലനിന്ന് പോകുന്നു മോണിറ്റർ ചെയ്യുക. ഒരു ഷുഗറുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ഷുഗർ ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. എത്ര ലെവൽ നിൽക്കുന്നുണ്ട്, അത് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, നമ്മുടെ മരുന്ന് നോക്കിയാണോ, പേഷ്യന്റിന്റെ ബോഡി എങ്ങനെ മെഡിസിന് റെസ്പോണ്ട് ചെയ്യുന്നു, ഇതെല്ലാം നോക്കാൻ പറ്റും. അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എയ്ഡിങ് ഇൻ ദ ഡയഗ്നോസിസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഡയബറ്റിസ് മെലിറ്റസ്. ഡയഗ്നോസിസ് ആൻഡ് ഷുഗർ ഉണ്ടോ, അസുഖമുണ്ടോ. ഷുഗർ എന്ന് നമ്മൾ സിമ്പിൾ ആയി പറയുന്നതിന്റെ കറക്റ്റ് ടെർമിനോളജി എന്ന് പറഞ്ഞാൽ ഡയബറ്റിസ് മെലിറ്റസ് ആണ്. അപ്പൊ ഡയബറ്റിസ് ഉണ്ടോ എന്ന് അറിയുന്നതിനും അത് മാനേജ് ചെയ്യുന്നതിനും കൺട്രോൾ ചെയ്ത് പോകുന്നതിനും മരുന്നിന്റെ ഡോസ് കൂടാൻ പാടില്ല. ഷുഗർ ഉള്ള ആൾക്ക് ചിലപ്പോ ഈ ഡയബറ്റിക് കീറ്റോസിഡോസിസ് അല്ലെങ്കിൽ ജുവനൈൽ ഡയബറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ നല്ല ഫ്ലക്ച്വേഷൻ വരും. ഡയബറ്റീസ് 2 ടൈപ്പ് ഉണ്ട്, അതൊക്കെ നമുക്ക് പറയാം. സോ അങ്ങനെയുള്ള കേസുകളിൽ എന്താ പറയുക, ഷുഗർ ഒരുപാട് കുറയാനും പാടില്ല. ഒരു 40 താഴെയൊക്കെ പോയി കഴിഞ്ഞാൽ ഡേഞ്ചർ ആണ്. അപ്പൊ ആ ഒരു റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ അതാണ് ഡയഗ്നോസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഡയബറ്റിസ് മെലിറ്റസ്, ഹൈപ്പോഗ്ലൈസീമിയ ആൻഡ് അതർ മെറ്റബോളിക് കണ്ടീഷൻ. ഡിഫറെന്റ് മെറ്റബോളിക് കണ്ടീഷൻസ് ഒരുപാടുണ്ട്. ഒപ്പം തന്നെ ഹൈപ്പോഗ്ലൈസീമിയ, ഷുഗർ കുറയാനും പാടില്ല. ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നപ്പോൾ മെഡിസിന്റെ അല്ലെങ്കിൽ ഇൻസുലിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഷുഗർ കുറയുകയും ചെയ്യും. ഇൻസുലിൻ ആണ് ഷുഗർ ലെവൽ കുറയ്ക്കുന്നത്, ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്നത് ഷുഗർ ലെവൽ കൂട്ടും. അത് നമുക്ക് വഴിയെ പറയാം. സോ അതാണ് ഇവിടെ വരുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് സാമ്പിൾ, എത്ര ടൈപ്പ് സാമ്പിൾ ഉണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് ആദ്യം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. ഫാസ്റ്റിംഗ് വെറും വയറ്റില് മിനിമം ഒരു 8 മണിക്കൂർ ഗ്യാപ്പ് വേണം. അതപ്പോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കണം, നമുക്ക് ഭക്ഷണം ഗ്ലൂക്കോസ് ലോഡ് എന്നാണ് നമ്മൾ പറയുന്നുള്ളൂ. അതൊരു ചായ ആവാം, അതിലിട്ട ഒരു ചായ ആവാം, കാപ്പി ആവാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ആയിരിക്കും. അപ്പൊ രാവിലെ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയി ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. രാവിലെ എണീറ്റ ഉടനെ ചായയുടെ കൂടെ 2 അപ്പോ കാര്യങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയി കണക്കാക്കാതെ പിന്നെ രാവിലെ 9 മണിക്കോ 10 മണിക്കോ കഴിക്കുന്നതിനെ മാത്രം ബ്രേക്ക്ഫാസ്റ്റ് ആയി കണക്കാക്കുന്ന, രാവിലത്തെ ഭക്ഷണം പ്രഭാത ഭക്ഷണമായി കണക്കാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ കണക്കില് ഇതൊരു ഫാസ്റ്റിംഗ് ഇല്ല. പക്ഷെ നമുക്കൊരു ചായ കുടിച്ചാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്ലൂക്കോസ് ലോഡ്, ചിലപ്പോൾ രാവിലെ എണീറ്റ് കുറച്ച് കഞ്ഞിര വെള്ളം കുടിച്ചു, അത് വെള്ളമല്ല എന്നാണ് അവർ പറയുക. പക്ഷെ ഷുഗർ ലെവൽ നന്നായി കൂടും. അവരത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തില്ല. രാവിലെ ഭക്ഷണമായിട്ട് കഴിക്കുന്നവരുള്ളൂ. രാവിലെ കുറച്ച് എണീറ്റ് ഉടനെ കുറച്ച് ചൂടുള്ള കഞ്ഞിര വെള്ളം കുടിച്ചു, അത് അവര് ഭക്ഷണമായി കണക്കാക്കില്ല. അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. സോ ഇതിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഗ്ലൂക്കോസ് മെഷർ ആഫ്റ്റർ ഓവർനൈറ്റ് ഫാസ്റ്റ്. ഭക്ഷണം ഒന്നും കഴിക്കാതെ മിനിമം 8 മാക്സിമം 12 മണിക്കൂർ കൂടുതലൊന്നും പോകരുത്. ചില ആൾക്കാർ വൈകിട്ട് 7 മണിക്ക് കഴിച്ചു പറഞ്ഞ് ഇന്ന് ഉച്ചയ്ക്ക് ഒരു 11 മണിക്ക് അല്ലെങ്കിൽ ഇന്ന് 11 മണി അല്ലെങ്കിൽ ഉച്ചയോടൊക്കെ വന്നിട്ട് അവർ പറയും ഞാൻ ഇന്നലെ രാത്രി 7 മണിക്ക് കഴിച്ചാണ്, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല, ഷുഗർ ടെസ്റ്റ് ചെയ്യണം, കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യണമെന്ന്. അതും നമുക്ക് വാല്യൂ ഒരുപാട് കുറയാൻ കാരണമാവും. കുറയാൻ കാരണമാവും എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി എപ്പോഴും ഷുഗർ കുറയുമ്പോൾ ഡിഫറെന്റ് മെക്കാനിസം, ഗ്ലൈക്കോജീനോലൈസിസ്, ഗ്ലൂക്കോനിയോജെനിസിസ്, ഇങ്ങനെയെല്ലാം പല മെറ്റബോളിസം വഴി നമ്മുടെ ബോഡിയിൽ ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ എക്സാക്ട് അവരുടെ ബ്ലഡ് ഷുഗർ ലെവലിൽ അറിയാൻ പറ്റില്ല. അപ്പൊ മിനിമം 8 മണിക്കൂർ മാക്സിമം 12 മണിക്കൂറിൽ തന്നെയാണ് ഈ ടെസ്റ്റ് ചെയ്യേണ്ടത്. ഇതിന്റെ നോർമൽ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 to 99 മില്ലിഗ്രാം പെർസെന്റേജ് അല്ലെങ്കിൽ മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണെങ്കിൽ അവരെ നോൺ ഡയബറ്റിക്, ഷുഗർ ഇല്ലാത്ത ആൾക്കാരാണെന്ന് പറയാം. 100 to 126 ആണെങ്കിൽ ഇംപെയർഡ് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ്. ഇംപെയർഡ് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് 100 to 126 വരുമ്പോൾ അവർക്ക് ഇപ്പൊ ഡയബറ്റിക് അല്ല, പക്ഷെ ഭാവിയിൽ ഡയബറ്റിക് ആവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഗ്രേറ്റർ ദാൻ 126 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡയബറ്റിക് ആണ്, അവർക്ക് ഷുഗർ ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. 126 കൂടിക്കഴിഞ്ഞാൽ. അപ്പൊ ഈ 8 മണിക്കൂർ എന്നുള്ളത് 12-15 മണിക്കൂറൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ 126 ഉള്ള ആൾക്ക് ചിലപ്പോൾ നമുക്ക് 100 കിട്ടുള്ളൂ. ആ സമയത്ത് നമ്മൾ പറയും ഷുഗർ ഒന്നും ഇല്ല എന്ന് പറയും.
അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരാതിരിക്കാനാണ് പേഷ്യന്റ് പ്രിപ്പറേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയഗ്നോസ് ഓഫ് ഡയബറ്റീസ് കണ്ടുപിടിക്കാൻ ഫാസ്റ്റിംഗ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക ഈ റേഞ്ചിൽ ഏതിലാണ് കിടക്കുന്നത് നോക്കാം. ഇംപയർഡ് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ഈ രണ്ടാമത്തെ റേഞ്ച് 100 to 126 വരികയാണെങ്കിൽ ഇംപയർഡ് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് അത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഹെൽത്ത് ചെക്കപ്പുകളെല്ലാം ബേക്സ് ലൈൻ ടെസ്റ്റുകളായിട്ട് പേഷ്യന്റ് ഡയബറ്റിക് ആണോ എന്നെല്ലാം നോക്കാനും ഇത് ഉപയോഗിക്കാം നമുക്ക്. അടുത്തതാണ് ഭക്ഷണശേഷം പോസ്റ്റ് പ്രാൻഡിയൽ. പ്രാൻഡിയൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണശേഷം പ്രാൻഡിയൽ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലൂക്കോസ് ലോഡ്. പോസ്റ്റ് പ്രാൻഡിയൽ ഭക്ഷണശേഷമുള്ള ഷുഗർ, അതിനെ നമ്മൾ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ PPBS എന്ന് പറയും, അല്ലെങ്കിൽ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഗ്ലൂക്കോസ് PPBG എന്ന് പറയും. PPBG പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഗ്ലൂക്കോസ്. ഇതിപ്പോ നമ്മൾ റുട്ടീൻ ആയിട്ട് ചെയ്യുന്നത് 2 hour ആഫ്റ്റർ എ മീൽ, ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറിന് ശേഷമുള്ളതെന്ന് പറയും. അപ്പൊ നമ്മൾ ചിലപ്പോ അത് 1.5 മണിക്കൂർ എന്ന് പറയും. 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂറിന്റെ ഉള്ളിൽ എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മൾ നോർമലി എടുക്കുന്നത് എന്താ വെച്ചാൽ ഒരു 1 മണിക്കൂർ 45 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ഇത് എടുക്കാറുണ്ട്. ചില സ്ഥലങ്ങളിൽ ആഫ്റ്റർ 2 hour പറയാറുണ്ട്, ചിലത് ആഫ്റ്റർ 1.5 hour പറയാറുണ്ട്. അത് ഡോക്ടേഴ്സ് പറയും 1.5 hour PPBS എന്ന് പറയും. ഇനി PPBS മാത്രം പറഞ്ഞാൽ ഏകദേശം ഒരു 1.25 മണിക്കൂറിൽ 1 മണിക്കൂർ 45, ഭക്ഷണം കഴിച്ച ശേഷം 1 മണിക്കൂർ 45 മിനിറ്റിൽ നമ്മൾ ചെയ്യുന്നതാണ് അത് വരിക. ഇതിന്റെ നോർമൽ റേഞ്ച് ലെസ് ദാൻ 140. 140 താഴെ വന്നു കഴിഞ്ഞാൽ നോൺ ഡയബറ്റിക്. ഷുഗർ ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവർക്ക് ഭക്ഷണശേഷം 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ എന്ന് തന്നെ എടുക്കുക. 2 മണിക്കൂറിൽ 140 താഴെയായിരിക്കും. 140 to 200 വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ പറയുന്നത് ഇംപയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് ആണ്. ഇംപയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ്, ഗ്ലൂക്കോസിനെ ടോളറേറ്റ് ചെയ്യാൻ, നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഗ്ലൂക്കോസ് ലോഡ് നമ്മുടെ ബോഡിക്ക് കിട്ടുന്നുണ്ട്, അതിനെ ടോളറേറ്റ് ചെയ്യാൻ, അതിനെ മാനേജ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് 140 മുതൽ 200 വരെ വരുന്നത്. ഇനി 200 കൂടിയാലോ പേഷ്യന്റിനെ ഡയബറ്റിക് എന്ന് തന്നെ പറയാം, അവർക്ക് ഷുഗർ ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ ഇതിന്റെ യൂസ് എന്താ വെച്ചാൽ അസസ്മെന്റ് ഓഫ് ഗ്ലൂക്കോസ് മെറ്റബോളിസം പോസ്റ്റ് മീൽ, ഭക്ഷണ ശേഷമുള്ള ഗ്ലൂക്കോസ് മെറ്റബോളിസം. ഗ്ലൂക്കോസ് മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലേക്ക് ഒരു ഗ്ലൂക്കോസ് ലോഡ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യും, ഇൻസുലിൻ റിലീസ് ചെയ്യും, അത് നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്തിട്ട് ഗ്ലൈക്കോജനോ സ്റ്റോറേജ് ഫോമിലേക്കോ മാറ്റുന്നു. അപ്പൊ ഇത് നമുക്ക് വെച്ചാൽ പോസ്റ്റ് പ്രാൻഡിയൽ ഹൈപ്പർഗ്ലൈസീമിയ, ഫാസ്റ്റിംഗ് നോർമൽ ആയിരിക്കും, PPBS ഹൈ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഏർലി ഡയബറ്റീസ്. ഇതിങ്ങനെ പെട്ടെന്ന് ഒരു ഇന്നലെ വരെ ഷുഗർ ഇല്ലാതെ നാളെ ഉണ്ടാവുന്നതല്ല, ചെറിയ ചെറിയ ചേഞ്ച് വന്നിട്ടാണ് ആ ലിമിറ്റ് ഇങ്ങനെ കൂടി വന്നിട്ടാണ് നമ്മൾ ഡയബറ്റിക് ആയി മാറുക. അതിനനുസരിച്ച് നമുക്ക് സിംറ്റംസ് വരും. പോളിഫാജിയ, പോളിയൂറിയ, പോളിഡിപ്സിയ. പോളിയൂറിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് യൂറിൻ പാസ് ചെയ്യും. പോളിഫാജിയ ഒരുപാട് വിശപ്പുണ്ടായിരിക്കും. പോളിഡിപ്സിയ ഒരുപാട് ദാഹം ഉണ്ടായിരിക്കും. ഒരുപാട് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി ബോഡിയിൽ വെള്ളമില്ലെങ്കിൽ ദാഹം വരുമല്ലോ. അങ്ങനെ തന്നെ ഇത് 3 കണക്ട് ചെയ്ത് വരുന്നത് ഇതൊക്കെ വരും. പക്ഷെ അതും ആൾക്കാർ ശ്രദ്ധിക്കില്ല. ഒരു മുറിവ് വരുന്നിട്ട് ഉണങ്ങാതെ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ ചെറിയൊരു കുരു പോലെ എന്തെങ്കിലും വന്ന് അത് കൂടുതലാവുന്ന സമയത്ത് ഡോക്ടർ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ എപ്പോഴും ഭയങ്കര ക്ഷീണമാണ് വയ്യ എന്ന് പറയുമ്പോൾ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പറയും. അങ്ങനെയൊക്കെയാണ് ആക്ച്വലി ഒരു പേഷ്യന്റ് ഡയബറ്റിക് ആണെന്ന് കണ്ടുപിടിക്കുന്നതെല്ലാം അങ്ങനെയാണ് ആക്ച്വലി ഉണ്ടാവുന്നത്. അങ്ങനെയാണ്. അപ്പൊ അതാണ് പോസ്റ്റ് പ്രാൻഡിയൽ ഷുഗർ. 140 താഴെയാണെങ്കിൽ നോൺ ഡയബറ്റിക്, 140 to 200 ആണെങ്കിൽ ഇംപയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ്, 200 കൂടുതലാണെങ്കിൽ ഡയബറ്റിക്. ഇനി നമുക്ക് ഏത് നേരത്തും ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഷുഗർ ആണ് റാൻഡം ബ്ലഡ് ഷുഗർ. റാൻഡം ബ്ലഡ് ഷുഗർ RBS എന്ന് പറയും. ഇറ്റ് മെഷേർഡ് അറ്റ് എനി ടൈം ഓഫ് ദ ഡേ. ഏത് സമയത്ത് നമ്മളൊരു എമർജൻസി കേസുകളിലൊക്കെ ഒരാൾ ഇങ്ങനെ ഡോക്ടറെ അടുത്ത് ചെല്ലുന്നു, എനിക്ക് എന്തെങ്കിലും എന്താ പറയുക ഒരുപാട് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും വയ്യ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കുറെ ആൾ തല ഇറങ്ങി വീണു എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരാൾ ഭയങ്കര ആവശ്യത തീരെ വയ്യ എന്ന് പറഞ്ഞു പോകുന്നു, അങ്ങനെയെല്ലാം വരുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് റാൻഡം ബ്ലഡ് ഷുഗർ. അപ്പൊ ഇത് നമ്മൾ പറയും 80 to 120 ആണ്. ഇപ്പൊ 80 to 120 ആണ് നോർമൽ എന്ന് പറയും.
അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ലെസ് ദാൻ, ഇത് പഴയൊരു യൂണിറ്റ് ആണ് ഈ പറയുന്നതല്ല. ഫോളിംഗ് വ്യൂ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞാൽ പഴയ മെത്തേഡിലെ യൂണിറ്റ് ആണ് ഈ പറയുന്നത്. 80/120 റിപ്പോർട്ട് ഷീറ്റിൽ 80/120 അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. ലെസ് ദാൻ 140 അല്ലെങ്കിൽ ലെസ് ദാൻ 160 ഇങ്ങനെ 160 താഴെ എന്നൊക്കെ പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി WHO സ്പെസിഫിക് ആയി പറയുന്നുണ്ട് ലെസ് ദാൻ 200 വരെയാണെങ്കിൽ നോർമൽ ആണ്. കാരണം റാൻഡം എന്ന് പറയുമ്പോൾ അത് ഫാസ്റ്റിംഗ് ആവാം, PPBS ആവാം. പേഷ്യന്റ് കഴിച്ച സമയം നമുക്കറിയില്ല. അല്ലെങ്കിൽ ഭക്ഷണമല്ല, ഇപ്പോ 10 മണിക്ക് ഭക്ഷണം കഴിച്ചു, 12 മണിക്ക് ഒരു ജ്യൂസ് കുടിച്ചു, 1:45 ബ്ലഡ് എടുക്കുമ്പോൾ അവരോട് ചോദിക്കുമ്പോൾ എന്താ പറയുക, ചിലപ്പോൾ രാവിലെ ഭക്ഷണം കഴിച്ചാണെന്ന് പറയാം. അപ്പൊ നമ്മൾ റാൻഡം ആണെന്ന് കരുതും. പക്ഷെ അവിടെ ഒരു ഗ്ലൂക്കോസ് ലോഡ്, ഒരു ജ്യൂസാ കഴിച്ചിരിക്കുന്നത്, ഒരു ഷേക്ക് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അതൊരു ഗ്ലൂക്കോസ് ലോഡാണ്. അപ്പൊ അത് PPBS പോലെ വരും. അതുകൊണ്ട് ലെസ് ദാൻ 200 mg/dL വരെയൊക്കെ അത് നോർമൽ ആണ്, റാൻഡം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഉപയോഗം എന്താ വെച്ചാൽ ക്വിക്ക് സ്ക്രീനിങ്. പെട്ടെന്ന് ഇപ്പൊ ആ പേഷ്യന്റിന്റെ ഡയബറ്റിക് സ്റ്റാറ്റസ് എത്രയാണെന്ന് അറിയാം. സോറി, ഗ്ലൂക്കോസ് സ്റ്റാറ്റസ്, ഡയബറ്റിക് സ്റ്റാറ്റസ് അല്ല, ഗ്ലൂക്കോസ് സ്റ്റാറ്റസ് എത്രയാണെന്ന് അറിയാം. പിന്നെ സിംറ്റമാറ്റിക് ഇൻഡിവിജ്വൽ, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ പോളിയൂറിയ, പോളിഡിക്സിയ, അതേപോലെ പോളിഫാജിയ, അവർക്ക് നല്ല വിശപ്പും വരും. അതേപോലെ മോണിറ്ററിങ് ഗ്ലൂക്കോസ് കൺട്രോൾ ഇൻ ഡയബറ്റിക് ആയ ആൾക്കാരുടെ ഗ്ലൂക്കോസ് കൺട്രോൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ റാൻഡം ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അവരെങ്ങനെ നിൽക്കുന്നു എന്നുള്ളത്. ഫാസ്റ്റിംഗ് ഒക്കെ ആകുമ്പോൾ അവരുടെ പ്രിപ്പറേഷനും കാര്യങ്ങളെല്ലാം വേണ്ടി ഇത് നമുക്ക് റാൻഡം ആയിട്ട് ക്വിക്ക് സ്ക്രീനിങ്, ഒരു മോണിറ്ററിംഗ് ആയിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടി എത്രയാണ് ഇപ്പൊ ഗ്ലൂക്കോസിന്റെ ലെവൽ എന്ന് അറിയാം. അതിൽ ഹൈലി ഡയബറ്റിക് ആയ ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ക്ഷീണം വരുമ്പോൾ അവർ ചിലപ്പോ അവര് ലഡുവോ അല്ലെങ്കിൽ ലഡു എന്തെങ്കിലും കഴിക്കുക, അല്ലെങ്കിൽ ഒരു മിഠായി വായിലിടും. കാരണം ഷുഗർ പെട്ടെന്ന് കുറയുമ്പോൾ, അതായത് ഈ ഡയബറ്റിക് കീറ്റോസിഡോസിസ് അല്ലെങ്കിൽ ജുവനൈൽ ഡയബറ്റിസ് ആ ലെവലിലേക്ക് വരുമ്പോൾ അങ്ങനെ മോണിറ്റർ ചെയ്യാനും നമ്മൾ റാൻഡം ബ്ലഡ് ഷുഗർ നോക്കാറുണ്ട്. അതാണ് റാൻഡം. അപ്പൊ ലെസ് ദാൻ 200 എന്നൊക്കെയുള്ളതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റഡ് വാല്യൂ വരുന്നത്. WHO പറയുന്നത് ലെസ് ദാൻ 160 എന്നൊക്കെയുള്ള ലെവലിലേക്കാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണ്ട് 80/120, 70/110 എന്നൊക്കെ പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം അപ്ഡേറ്റ് ആയി. അപ്പൊ ഇനി ഇതിനുള്ള സാമ്പിൾ കളക്ഷനും ഹാൻഡ്ലിംഗും ആണ് പറയുന്നത്. നമുക്ക് പേഷ്യന്റിന്റെ ഹോൾ ബ്ലഡിൽ ചെയ്യാം. ഹോൾ ബ്ലഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഗ്ലൂക്കോമീറ്ററിൽ പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ് ഗ്ലൂക്കോമീറ്ററിൽ ചെയ്യുമ്പോൾ ഹോൾ ബ്ലഡിലാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാം. അതേപോലെ പ്ലാസ്മയിൽ ചെയ്യാം. ഇപ്പോ നമ്മള് സോഡിയം ഫ്ലൂറൈഡ്, ആ ഗ്രേ കളർ ബോട്ടിലിൽ സോഡിയം ഫ്ലോറൈഡ് പൊട്ടാസ്യം ഓക്സലേറ്റ് മിക്സർ ഉള്ള ബോട്ടിൽ എടുത്തിട്ട് ഷുഗറിന് മാത്രമാണെങ്കിൽ അതിൽ ചെയ്യുമ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആന്റികോയാഗുലന്റ് വരുന്നതുകൊണ്ട് പ്ലാസ്മയിൽ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് സിറത്തിൽ ചെയ്യാം. അതായത് ബ്ലഡ് എടുത്തിട്ട് ആന്റികോയാഗുലന്റ് ഒന്ന് ആഡ് ചെയ്യാതെ ക്ലോട്ട് ആകുമ്പോൾ നമ്മുടെ റെഡ് ബോട്ടിൽ എടുത്തിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഹോൾ ബ്ലഡ് ഇങ്ങനെ ചെയ്യാം. ഹോൾ ബ്ലഡ് ഒക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഇതാണ്. പിന്നെ കാപ്പിലറി ബ്ലഡ് എടുത്തിട്ട് നമ്മൾ ഫിംഗർ പ്രിക്ക് വഴി കാപ്പിലറി ബ്ലഡ് എടുത്തിട്ട് നമ്മൾ ഗ്ലൂക്കോമീറ്ററിൽ ചെയ്യും. അവിടെ ഹോൾ ബ്ലഡ് ആണ് യൂസ് ചെയ്യുക. പിന്നെ വീനസ് ബ്ലഡ് യൂസ് ചെയ്യുന്നതാണ്. ലാബുകളിലെല്ലാം യൂസ് ചെയ്യുന്നത് വീനസ് ബ്ലഡ് ആണ്. വീനസ് ബ്ലഡ് എന്ന് പറയുമ്പോൾ വെയിനിൽ നിന്ന് എടുക്കുന്ന ബ്ലഡ് കളക്ഷൻ നമ്മൾ പറഞ്ഞു. ആർട്ടീരിയൽ, വീനസ്, കാപ്പിലറി കളക്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ആന്റികോയാഗുലന്റ് ഏതാണെന്നാണ് സോഡിയം ഫ്ലൂറൈഡ്, പൊട്ടാസ്യം ഓക്സലേറ്റ്. സോഡിയം ഫ്ലൂറൈഡ് വളരെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ, വളരെ അധികം ക്വാണ്ടിറ്റിയിൽ എടുത്താൽ അത് ആന്റികോയാഗുലന്റ് ആയി ആക്ട് ചെയ്യും. അതർവൈസ് അത് എൻസൈം പോയിസൺ ആണ്. സോഡിയം ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് എൻസൈം പോയിസൺ ആണ്. ഇനോലേസ്, ഗ്ലൈക്കോളിറ്റിക് പാത്വേയില് എൻസൈം ആണ് ഇനോലേസ്. ഇത് ഓർത്ത് വെക്കുക. ഒരുപാട് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്, ലാബ് ടെക്നീഷ്യൻ എക്സാംസിന് എല്ലാം ചോദിച്ചിട്ടുണ്ട്. ഇനോലേസ് എന്ന് പറയുന്ന എൻസൈമിന് ആണ് ഈ സോഡിയം ഫ്ലൂറൈഡ് ഇനോലേസ് എൻസൈമിനാണ് ആക്ട് ചെയ്യുക. അങ്ങനെ ഗ്ലൈക്കോളിസ് പ്രിവെന്റ് ചെയ്യുമ്പോൾ ഗ്ലൂക്കോസ് പ്രിസർവ് ആയിരിക്കും. ഇതിന് ഉപയോഗിക്കുന്നതാണ് പൊട്ടാസ്യം ഓക്സലേറ്റ്. ആ പൊട്ടാസ്യം ഓക്സലേറ്റ് ആണ് ആക്ച്വലി ആന്റികോയാഗുലന്റ് ആയി ആക്ട് ചെയ്യുന്നത്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഇത് പ്രിക്കോഷൻസ് എന്ന് പറയുന്നത് ഹീമോളിസിസ് പ്രിവെന്റ് ആവണം. ഹീമോലൈറ്റിക് സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂക്കോസിൽ നല്ല വേരിയേഷൻ വരും. പ്രോസസ് പ്രോംപ്റ്റ്ലി ഓർ റെഫ്രിജറേറ്റ്, എത്രയും പെട്ടെന്ന് തന്നെ ടെസ്റ്റ് ചെയ്യുക. വിത്തിൻ 2 hour ഒക്കെയാണ് ഗ്ലൂക്കോസ്. വിത്തിൻ 1 hour, 2 hour എന്നൊക്കെ പണ്ടൊരു വേണം. വിത്തിൻ 1 hour തന്നെ ഗ്ലൂക്കോസ് പെർഫോം ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ സാമ്പിൾ സെപ്പറേറ്റ് ചെയ്യുക. പ്ലാസ്മ ആണെങ്കിലും സീറോ ആണെങ്കിലും സാമ്പിൾ സെപ്പറേറ്റ് ചെയ്തിട്ട് റെഫ്രിജറേറ്റ് ചെയ്യുക. PPBS ഒക്കെ ആണെങ്കിൽ ടൈം ഓഫ് കളക്ഷൻ, എപ്പോൾ സമയം കളക്ട് ചെയ്തു പേഷ്യന്റ് ഭക്ഷണം കഴിച്ചാൽ ആ ഒരു ടൈമിനവിടെ ഇമ്പോർട്ടന്റ് ഉള്ളതുകൊണ്ട് ടൈം കൂടി നോട്ട് ചെയ്യണം എന്ന് പറയുന്നു എന്നല്ലോ.
അപ്പൊ അതാണ് സാമ്പിൾ കളക്ഷൻ. ഹോൾ ബ്ലഡിൽ ചെയ്യാം, സീറത്തിൽ ചെയ്യാം, പ്ലാസ്മയിൽ ചെയ്യാം, കാപ്പിലറി ബ്ലഡിൽ ചെയ്യാം, വീനസ് ബ്ലഡിൽ ചെയ്യാം. ആർട്ടീരിയൽ കളക്ഷൻ, ആർട്ടീരിയൽ ബ്ലഡിൽ നമ്മൾ ഷുഗർ ചെയ്യാറില്ല, കാരണം ഷുഗർ ചെയ്യാൻ വേണ്ടി ആർട്ടറിയിൽ നിന്ന് ബ്ലഡ് എടുക്കാറില്ല. അതുകൊണ്ട് ചെയ്തുകൊണ്ട് അതിൽ തെറ്റൊന്നുമില്ല. ആർട്ടീരിയൽ ബ്ലഡിലായിരിക്കും നമ്മുടെ വീനസിനേക്കാൾ കൂടുതൽ. ഇതിന്റെ രണ്ടിന്റെ ഇടയിലായിരിക്കും കാപ്പിലറിയിലെ ലെവല്. അതായത് ഏറ്റവും കുറവ് ഷുഗർ ലെവൽ വരെ വെയിനിലാണ്, വീനസ് ബ്ലഡിലാണ്. അതിനേക്കാൾ കുറച്ച് കൂടുതൽ വരിക കാപ്പിലറി ബ്ലഡിലാണ്, ഏറ്റവും കൂടുതൽ വരിക ആർട്ടീരിയൽ ബ്ലഡിലാണ്. ഇത് മൂന്നും കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അതിവിടെ നിങ്ങൾ അത്രയും ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, കുറച്ചുകൂടി കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്യുമ്പോൾ അതിലാണ് കൂടുതൽ വരിക. ഇനി അപ്പൊ നമ്മളിപ്പോ പഠിച്ചു ഏതൊക്കെ ടൈപ്പ് ഷുഗർ ഉണ്ട്, എന്തൊക്കെ സാമ്പിൾ ആണെന്ന്. ഇനി അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് മോണിറ്ററിംഗ് ടൂൾ ഫോർ ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, എസ്പെഷ്യലി മാനേജിംഗ് ഡയബറ്റിസ് മെലിറ്റസ്, ഹൈപ്പോഗ്ലൈസിമിയ, മെറ്റബോളിക് ഡിസോർഡർ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇപ്പൊ പറയുന്നത്. അപ്പോ നമുക്ക് ഇതില് എൻസൈമാറ്റിക് മെത്തേഡ് ഉണ്ട്. നമുക്ക് ചെയ്യുന്ന ഒരുപാട് എൻസൈമാറ്റിക് മെത്തേഡ് ഉണ്ട്. അതിൽ വരുന്നതാണ് GOD POD. ഫസ്റ്റ് കേസ് ആണ് എൻസൈമാറ്റിക് മെത്തേഡ്. അതിന് പിന്നെ ബാക്കി വരുന്നുണ്ട്, നോൺ എൻസൈമാറ്റിക് മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് കേസ് എൻസൈമാറ്റിക് മെത്തേഡില് വെറ്റ് കെമിസ്ട്രി ലബോറട്ടറി മെത്തേഡ്. ഇതില് ലിക്വിഡ് സൊല്യൂഷൻസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് GOD POD മെത്തേഡ്. ഇതാണ് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഏകദേശം ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ്. എല്ലാ ഓട്ടോ അനലൈസേഴ്സിലും സെമി ഓട്ടോ അനലൈസറിലും ഫുള്ളി ഓട്ടോമേറ്റഡ് അനലൈസറിലും എല്ലാം ചെയ്യുന്ന വെറ്റ് കെമിസ്ട്രി മെത്തേഡ്. വെറ്റ് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ലിക്വിഡ് റിയേജന്റ് 1 ml റിയേജന്റും 10 മൈക്രോ സാമ്പിൾ ആഡ് ചെയ്ത് കലറിമീറ്ററിലോ സ്പെക്ട്രോഫോട്ടോമീറ്റർ, ഫുള്ളിലാകുമ്പോൾ സ്പെക്ട്രോഫോട്ടോമെട്രിക് റീഡിംഗ് വരും, ഇല്ലെങ്കിൽ നമ്മുടെ സിമ്പിൾ കളറിമീറ്ററിൽ റീഡ് ചെയ്യാവുന്ന മെത്തേഡാണ് ഇത്. ഇതാണ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ആക്യുറേറ്റ്, നമുക്ക് ലാബുകളിൽ ആക്സസിബിൾ ആയിട്ടും ഏറ്റവും കോമൺ ആയി യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഇതിൽ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ഈസ് ഓക്സിഡൈസ്ഡ് ടു ഗ്ലൂക്കോസ്, ഓക്സിഡൈസ്ഡ് ബൈ ഗ്ലൂക്കോസ് ഓക്സിഡേസ് ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോണിക് ആസിഡ്. അതായത് ഗ്ലൂക്കോസ് ഓക്സിജനായി ചേർന്ന് ഗ്ലൂക്കോസ് ഓക്സിഡേസിന്റെ പ്രസൻസിൽ ഗ്ലൂക്കോണിക് ആസിഡായി മാറി ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാവുന്നു. ഈ ഗ്ലൂക്കോണിക് ആസിഡ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പൊ എത്രത്തോളം ഗ്ലൂക്കോസ് ഉണ്ടോ അത്രത്തോളം ഗ്ലൂക്കോണിക് ആസിഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാവും. ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് റിയാക്ട് ചെയ്ത് ക്രോമോജൻ, അതായത് ഫീനോൾ ഒക്കെ ചേർന്നിട്ട് ഒരു ക്വിനോണിമേൻ കോമ്പൗണ്ട് ഉണ്ടാവുന്നു. അത് അങ്ങനെ വേണ്ട, കളേർഡ് കോമ്പൗണ്ട് എന്നെങ്കിലും മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇതിന് റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഉണ്ട്, അതിൽ പെറോക്സിഡേസ്. ആദ്യം ഇവിടെ ഗ്ലൂക്കോസ് ഓക്സിഡേസ്, അതാണ് ഈ ഗ്ലൂക്കോസ് ഓക്സിഡേസ് എന്നിവിടെ പറഞ്ഞത്. പിന്നെ പെറോക്സിഡേസ്, അതുകൊണ്ടാണ് ഗ്ലൂക്കോസ് ഓക്സിഡേസ് പെറോക്സിഡേസ് മെത്തേഡ്. ഗ്ലൂക്കോസ് ഓക്സിഡേസ് പെർ ഓക്സിഡേസ് മെത്തേഡ്, GOD POD. ഗോഡ്ഫോർഡ് മെത്തേഡ് എന്നൊക്കെ പറയാറുണ്ട്, GOD POD മെത്തേഡ്. എന്നിട്ട് ഇവിടെ ഒരു കളേർഡ് കോമ്പൗണ്ട് ഉണ്ടാവുന്നു. അപ്പൊ ആ കളർ ഇന്റൻസിറ്റി നമ്മൾ റീഡ് ചെയ്യുന്നു, ഗ്രീൻ ഫിൽറ്ററിൽ വെച്ച് റീഡ് ചെയ്യുന്നു. എത്രത്തോളം ഗ്ലൂക്കോസ് ഉണ്ടോ അത്രത്തോളം കളർ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. കളർ കൂടിയ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലായിരിക്കും. അപ്പൊ ഇതിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് 505 നാനോമീറ്ററിൽ കളറിമീറ്ററിലോ സ്പെക്ട്രോഫോട്ടോമീറ്ററിലോ റീഡ് ചെയ്യാം. പണ്ട് 540 ആയിരുന്നു. കുറച്ചുകൂടി സ്പെസിഫിക് ചെയ്ത് പറയുന്നതാണ് ഈ 500. ആ ഒരു കളറിനനുസരിച്ച് 540 എന്ന് പറയുമ്പോൾ ഗ്രീൻ ഫിൽറ്റർ റെഡ് കളറാണ്. ഇത് എക്സാക്ട് റെഡ് അല്ല, ചെറിയൊരു കളർ ചേഞ്ച് വരും, റെഡ് ആയിട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് ആ ഫിൽറ്ററിൽ ഒരു ചേഞ്ച്. മാക്സിമം കിട്ടുന്നത് 505. പണ്ടത്തെ കളറിമീറ്ററിലാണെങ്കിൽ 505 ചിലതിലേ ഉണ്ടാവുള്ളൂ, 490 വിട്ടാൽ 540 ആയിരിക്കും. അപ്പൊ നമ്മൾ 540യിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ 505. ഫിൽറ്ററിന്റെ എണ്ണം കൂടുതൽ വരണമെങ്കിൽ അതിൽ റീഡ് ചെയ്യാം. മെഷീനൊക്കെ ആണെങ്കിൽ സെമി ഓട്ടോ അനലൈസർ ഒക്കെ ആണെങ്കിൽ നമുക്ക് 505 സെറ്റ് ചെയ്ത് അതിൽ ചെയ്യാം. അപ്പൊ ഈ മെത്തേഡ് സ്പെസിഫിക് ആണ്, ആക്യുറേറ്റ് ആണ്, സെൻസിറ്റീവ് ആണ്. വൈഡ്ലി യൂസ്ഡ് ഇൻ ഓട്ടോമേറ്റഡ് അനലൈസർ. നമുക്ക് സിറം യൂസ് ചെയ്യാം, പ്ലാസ്മ യൂസ് ചെയ്യാം. പ്ലാസ്മ എന്ന് പറയുമ്പോൾ ഫ്ലൂറൈഡ് പ്രിസർവേറ്റീവ് ആയിട്ടുള്ള പ്ലാസ്മ യൂസ് ചെയ്യാം. അടുത്തതാണ് ഹെക്സോകൈനേസ്. ഹെക്സോകൈനേസ് മെത്തേഡ് നിങ്ങളോട് ചോദിക്കുക, ഇറ്റ് ഈസ് ദ റെഫറൻസ് മെത്തേഡ്, ഗോൾഡ് സ്റ്റാൻഡ് എങ്ങനെ വേണമെങ്കിൽ പറയാം. ഏറ്റവും നമുക്ക് ആക്യുറേറ്റ് റിസൾട്ട് കിട്ടുന്ന മെത്തേഡാണ് റെഫറൻസ് മെത്തേഡ്. അപ്പൊ ഗ്ലൂക്കോസ് എസ്റ്റിമേഷന്റെ റെഫറൻസ് മെത്തേഡാണ് ഹെക്സോകൈനേസ്. ഇവിടെ ഇതേപോലെ തന്നെ ഗ്ലൂക്കോസ് പ്ലസ് ATP ഗീവ്സ് ഹെക്സോകൈനേസിന്റെ പ്രസൻസിൽ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. ഗ്ലൂക്കോസിന്റെ കൂടെ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ചേർക്കുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. ഗ്ലൂക്കോസിൽ 6 മോളിക്യൂൾ കാർബൺ മോളിക്യൂൾ ആണ് വരിക. 6ാമത്തെ മോളിക്യൂളിൽ നമുക്ക് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് വരുന്നു.
പിന്നെ ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിന്റെ കൂടെ NADP പ്ലസ് ചേർന്ന് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസിന്റെ പ്രസൻസിൽ 6 ഫോസ്ഫോ ഗ്ലൂക്കണേറ്റ് ആൻഡ് NADPHും 6 ഫോസ്ഫോ ഗ്ലൂക്കണേറ്റും ഉണ്ടാവും. NADPH is formed is measured of spectrophotometrically at 340. ഇത് സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ മാത്രമേ റീഡ് ചെയ്യാൻ പറ്റൂ. GOD POD മെത്തേഡ് ആണെങ്കിൽ നമുക്ക് കലറിമീറ്ററിൽ, സെമി ഓട്ടോമലൈസറിൽ, ഫുള്ളി ഓട്ടോമേറ്ററിൽ ഇതിലെല്ലാം റീഡ് ചെയ്യാം. ഈ മെത്തേഡ് വരുമ്പോൾ നമുക്ക് ചെയ്യുന്ന ഹെക്സോകൈനസ് മെത്തേഡ് നമ്മൾ ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്, സ്പെക്ട്രോഫോട്ടോമീറ്ററിലാണ് റീഡ് ചെയ്യാറുള്ളൂ. സെമിയിലും വരുന്നുണ്ട് 340 ഫിൽട്ടർ, പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ ചെയ്യുന്നത് ഫുള്ളി ഓട്ടോമേറ്റഡിലാണ് ചെയ്യാറ്. ഇറ്റ് ഈസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ്, മോർ സ്പെസിഫിക് ആൻഡ് പ്രിസൈസ്. പക്ഷെ ചെലവ് കൂടുതലാണ്. റിസർച്ച് റെഫറൻസ് ലാബുകൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഹെക്സോകൈനസ് മെത്തേഡ് ഇപ്പൊ ഡ്രൈ കെമിസ്ട്രി അനലൈസറിലും അല്ലെങ്കിൽ ഒരു ഹയർ എൻഡ് ലബോറട്ടറികളെല്ലാം, നല്ല സർട്ടിഫിക്കേഷൻ ഉള്ള ലബോറട്ടറികളെല്ലാം ഹെക്സോകൈനസിനെ പ്രിഫർ ചെയ്യുന്നുണ്ട്. ഏറ്റവും ആക്യുറേറ്റ് മെത്തേഡ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ചെലവ് കൂടുതലാണെങ്കിലും ആ മെത്തേഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ 2 മെത്തേഡ് പഠിച്ചു, ഗ്ലൂക്കോസ് ഓക്സിഡേസ് പെറോക്സിഡേസ് പഠിച്ചു, ഹെക്സോകൈനസ് മെത്തേഡ് പഠിച്ചു. രണ്ടും എൻസൈമാറ്റിക് മെത്തേഡാണ്. ഇനി അടുത്തത് ഗ്ലൂക്കോമീറ്ററിൽ ഉപയോഗിക്കുന്ന ഡ്രൈ കെമിസ്ട്രി പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റ് മെത്തേഡ് ആണ്. ഡ്രൈ കെമിസ്ട്രി ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുന്നത് അതിന്റെ പ്രിൻസിപ്പിൾ യൂസ് ടെസ്റ്റ് സ്ട്രിപ്പ്. ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുന്നതാണ് ടെസ്റ്റ് സ്ട്രിപ്പ് ഇംപ്രിഗ്നേറ്റഡ് വിത്ത് ഗ്ലൂക്കോസ് ഓക്സിഡേസ് പെറോക്സിഡേസ് ആൻഡ് ക്രോമോജൻ ഓർ ഇലക്ട്രോകെമിക്കൽ സെൻസർ. അപ്പൊ ഇവിടെയും നമ്മുടെ ഗ്ലൂക്കോമീറ്ററിൽ നമുക്ക് GOD POD മെത്തേഡിൽ ക്രോമോജൻ, അപ്പൊ ഈ ബ്ലഡ് ആഡ് ചെയ്യുമ്പോൾ അവിടെ ആ ബ്ലഡ് വന്നിട്ട് ഒരു കളർ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഗ്ലൂക്കോമീറ്ററിൽ ഷുഗർ ചെയ്യുന്നത് അറിയാത്ത ആരും ഉണ്ടാവില്ല. ഒരു ഡ്രോപ്പ് ഓഫ് ബ്ലഡ് ആഡ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളർ ഇന്റൻസിറ്റിക്ക് അനുസരിച്ചിട്ട് ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്ത് ഗ്ലൂക്കോസ് അവിടെ റിയാക്ഷൻ നടന്ന് നമുക്കൊരു വാല്യൂ തരുന്നു. അപ്പൊ അതിൽ കറക്റ്റ് ആ ഒരു ബ്ലഡ് ഡ്രോപ്പിന്റെ അളവും കറക്റ്റ് പൊസിഷനിൽ പിടിക്കണം. ശരിക്കും നമ്മൾ ഗ്ലൂക്കോമീറ്റർ പിടിച്ച് ഇങ്ങനെയൊക്കെ പിടിച്ച് നോക്കാറുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് അതിൽ തനിയെ ആസ്പിറേറ്റ് ചെയ്തു പോകും, പക്ഷെ കറക്റ്റ് ലെവലിൽ പിടിക്കുമ്പോൾ നമുക്ക് മാക്സിമം ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അതാണ് ഗ്ലൂക്കോമീറ്റർ മെത്തേഡ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 to 10 സെക്കൻഡിൽ റിസൾട്ട് ആവും. മറ്റേ എന്താണെങ്കിലും നമുക്ക് ഒരു അരമണിക്കൂർ റിസൾട്ടിന് സമയം എടുക്കുമ്പോൾ ഇത് 5 to 10 സെക്കൻഡിൽ റിപ്പോർട്ട് ആവും. വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റും, എമർജൻസി സെറ്റിംഗിലെല്ലാം ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ആക്യുറസി കുറവാണ്, ലെസ് ആക്യുറേറ്റ് ദാൻ ലാബ് മെത്തേഡ്. അതായത് നമ്മുടെ GOD POD മെത്തേഡോ ഹെക്സോകൈനസ് മെത്തേഡോ വെച്ച് ആക്യുറസി കുറവാണ്. ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ ഹെമറ്റോക്രിറ്റ്. അപ്പൊ നമ്മൾ ഈ ഹെമറ്റോക്രിറ്റ് എന്ന് പറയുമ്പോൾ PCV. ഇപ്പൊ ഒരാൾ ഡീഹൈഡ്രേഷനൊക്കെ ആയിട്ടുള്ള ആളുടെയിലാണെങ്കിൽ PCV ഒക്കെ കൂടുതലായിരിക്കും. അപ്പൊ ഈ ഷുഗറിന്റെ ഇതിലും വാല്യൂലും മാറ്റം വരും. അതിന് ആക്യുറസി കുറവാണ്. പക്ഷെ പെട്ടെന്ന് ഒരു സ്ക്രീനിങ് മെത്തേഡ് ചെയ്യാന്നുള്ളൂ. ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണ്, ടെമ്പറേച്ചർ ഫ്ലക്ച്വേറ്റ് ചെയ്യും. സ്ട്രിപ്പ് ക്വാളിറ്റി, ആ സ്ട്രിപ്പിന് എത്രത്തോളം പഴക്കമുണ്ട്, സ്ട്രിപ്പിന്റെ ക്വാളിറ്റിക്ക് എല്ലാം അനുസരിച്ച് റിസൾട്ട് മാറ്റം വരും. അപ്പൊ ഇനി നോർമൽ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇതൊരു സിംപ്ലി നമുക്ക് വെറുതെ പറയാവുന്നതാണ്. 140 താഴെ 70 ഇതൊക്കെ നോർമൽ റേഞ്ച് മാത്രമാണ്. ബാക്കിയെല്ലാം പ്രീ ഡയബറ്റിക്, ഡയബറ്റിക് അതുകൂടി ഉണ്ട്. ഇവിടെ നോർമൽ വാല്യൂസ് മാത്രം പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ കാര്യമാണത്. ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്, ഹൈപ്പർ ഗ്ലൈസീമിയ, ഇൻക്രീസ്ഡ് ബ്ലഡ് ഗ്ലൂക്കോസ് വരുന്ന കണ്ടീഷനാണ് നമ്മൾ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുക. ഇൻക്രീസ്ഡ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ വരുമ്പോൾ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്നു. അതിന്റെ കാരണങ്ങൾ ഇംപെയർഡ് ഇൻസുലിൻ പ്രൊഡക്ഷൻ ഓർ ആക്ഷൻ. നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിന് ആക്ഷൻ ഇല്ലാതിരിക്കുകയോ ചെയ്യുക, അതിന് വരുന്നതാണ്. അതിലാണ് ഡയബറ്റീസ് മെലിറ്റസ് എന്നുള്ള കണ്ടീഷൻ ടൈപ്പ് 1 or 2 ആവാം. ഒന്നല്ലെങ്കിൽ ഇംപെയർഡ് ഇൻസുലിൻ, നമുക്കിപ്പോൾ പാൻക്രിയാസിന് എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ വന്നു, അല്ലെങ്കിൽ പാൻക്രിയാസിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു, അല്ലെങ്കിൽ ഒരു സിസ്റ്റ് വന്നു, ഒരു നോഡ് വന്നു, അതെല്ലാം റിമൂവ് ചെയ്യുമ്പോൾ പാൻക്രിയാസിന്റെ അത്ര ഏരിയ ഓഫ് പ്രൊഡക്ഷൻ കുറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിന്റെ പ്രൊഡക്ഷൻ ആവശ്യത്തിന് ഇല്ലാതെ വരാം. ഇനി ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഗ്ലൂക്കോസ് റെസിസ്റ്റൻസ് ഒക്കെ വരുന്ന സമയത്ത്. അതാണ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുക. ടൈപ്പ് 1 ഉണ്ട്. ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ് അല്ലെങ്കിൽ IDDM. അതേപോലെ ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ NADDM, നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ്. പിന്നെ ഈ
IDDM, ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസിനെ നമ്മൾ ജുവനൈൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയും. കുട്ടികളിലാണ് ഇത് കാണുക, ചെറിയ പ്രായത്തിൽ തന്നെ കാണും. അവർക്ക് ഒരൊറ്റയടിക്ക് ഷുഗർ 600-700 വരും. ചിലപ്പോൾ നമ്മളൊരു ഇൻസുലിൻ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അത് ഇൻസുലിൻ ഡിപെൻഡന്റ് ആണ്. അപ്പൊ ഇൻസുലിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് 25-30 താഴുകയും ചെയ്യും. അവർ നല്ല ഫ്ലക്ച്വേറ്റ് ചെയ്യും. ചെറിയ കുട്ടികളായിരിക്കും, അവർക്ക് ഓടിക്കളിക്കുക അങ്ങനെ അവർക്ക് ഫുൾ കൺട്രോൾ ചെയ്ത് അവർ എപ്പോഴും ഷുഗർ എവരി 4 മണിക്കൂർ ഈ ഗ്ലൂക്കോമീറ്റർ വെച്ച് ഷുഗർ മോണിറ്റർ ചെയ്ത് അവർക്ക് ഉറക്കത്തിലൊക്കെ ചിലപ്പോൾ ഷുഗർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ മരണം വരെ സംഭവിക്കാം. അപ്പൊ പ്രോപ്പർ ആയിട്ട് രാത്രിയൊക്കെ ചെക്ക് ചെയ്ത് അങ്ങനെ വേണം ചെയ്യാൻ. ദെൻ ഹോർമോണൽ എക്സസ്. ചില ഹോർമോൺ എക്സസ്, അതായത് ഷുഗറിന്റെ അളവ് കൂട്ടുന്ന ഹോർമോണുകൾ, അതിപ്പോ ഈ കുഷിംഗ് സിൻഡ്രോം അല്ലെങ്കിൽ ഫിയോക്രോമോസൈറ്റോമ, അക്രോമെഗലി, ഈ കണ്ടീഷനിലെല്ലാം ഗ്രോത്ത് ഹോർമോൺ, അതേപോലെ അഡ്രിനൽ ഹോർമോൺസ്. കുഷിംഗ് സിൻഡ്രത്തില് ഇവിടെ ഫിയോക്രോമോസൈറ്റോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രിനൽ ഹോർമോൺസ് ഇൻക്രീസ് ചെയ്യും. അക്രോമെഗലി എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഹോർമോണിന്റെ ഇൻക്രീസ്. ഇതെല്ലാം ഷുഗർ ലെവൽ കൂട്ടുന്നതാണ്. ഗ്ലൂക്കോഗോണിന്റെ ഒപ്പം ഗ്രോത്ത് ഹോർമോൺ, അങ്ങനെയുള്ള എല്ലാം അഡ്രിനൽ ഹോർമോൺസ്, എപ്പിനെഫ്രിൻ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഷുഗർ ലെവൽ കൂട്ടുന്നതാണ്. അപ്പൊ അതിന്റെ എക്സസ് കാരണം ഷുഗർ ലെവൽ കൂടുതൽ വരാം. പിന്നെ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഡയബറ്റിസ് മെലിറ്റസ്, അതെന്തെങ്കിലും സർജറി കഴിഞ്ഞ ട്രോമ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ, അതിലൊക്കെ വരുന്ന സമയത്ത് ചിലർക്ക് പനിയെല്ലാം വരുമ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുമ്പോൾ ഷുഗർ ലെവൽ ഹൈ ആയിരിക്കും. അത് കഴിയുമ്പോൾ അവർ നോർമലിലേക്ക് തന്നെ വരും. അങ്ങനെയുള്ളത് അതാണ് ട്രാൻസിയന്റ് ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറയുക, സെപ്സിസിലൊക്കെ വരുന്നതാണ്. പിന്നെ ഏതെങ്കിലും മരുന്നുകൾ, ഡ്രഗ് ഇൻഡ്യൂസ്ഡ്, സ്റ്റീറോയിഡ് ഒരുപാട് ഉപയോഗിക്കുന്നവർക്ക് ഭാവിയിൽ ഡയബറ്റിസ് വരാം. തൈസൈഡ് ഡയോറിറ്റിക്സ്, ഫിനറ്റോയിൻ, ഇങ്ങനെയുള്ള ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അവർ ഡയബറ്റിക് ആയി മാറാം. പിന്നെ എന്തെങ്കിലും പാൻക്രിയാറ്റിക് ഡിസോർഡർ, പാൻക്രിയാസ് ആണല്ലോ ഈ ഇൻസുലിനും ഗ്ലൂക്കോഗോൺ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ സെല്ല് ഈ ഗ്ലൂക്കോഗോണും ബീറ്റ സെല്ല് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ കറക്റ്റ് വന്നില്ലെങ്കിൽ എന്തെങ്കിലും പാൻക്രിയാറ്റിക് ഡിസോർഡർ, പാൻക്രിയാറ്റൈറ്റിസോ പാൻക്രിയാറ്റിക് ക്യാൻസറിലോ എല്ലാം ഷുഗർ ലെവല് കൂടാം. അപ്പൊ ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചർ, ഷുഗറിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ് ഇനി പറയുന്നത്. പോളിയൂറിയ, ഞാൻ നേരത്തെ ജസ്റ്റ് മെൻഷൻ ചെയ്തിരുന്നു. പോളിയൂറിയ പറഞ്ഞാൽ എക്സസ് യൂറിനേഷൻ, ഒരുപാട് യൂറിൻ വരും. അത് എന്തുകൊണ്ടോ വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഷുഗർ കൂടുതലാണ്. ഷുഗർ കൂടുതലാകുമ്പോൾ നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയാൻ നോക്കും. എക്സ്ക്രീറ്റ് ചെയ്ത് കളയുമ്പോൾ ഷുഗർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ലാർജ് മോളിക്യൂളാണ്, സൊല്യൂട്ട് ആണ്. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെ വാഷ് ബേസിനിൽ കൂടുതൽ ചെളി അടിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ വാഷ്റൂമിൽ ചെളി അടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഫ്ലഷ് ചെയ്ത് കളയാൻ നോക്കും. അതേപോലെ കളയുന്നതാണ് അതുകൊണ്ടാണ് യൂറിൻ ഔട്ട്പുട്ട് കൂടുന്നത്. പോളിഡിപ്സിയ, ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ്, അതുകൊണ്ട് തന്നെ ഇത്രയും യൂറിൻ നമുക്ക് ഔട്ട്പുട്ട് കളയണമെങ്കിൽ നമുക്ക് വെള്ളം കിട്ടണം. അതുകൊണ്ട് തന്നെ പോളിഡിപ്സിയ നമുക്ക് വരും. ദെൻ പോളിഫാജിയ, നല്ല വിശപ്പ് വരും. എത്രത്തോളം? പിന്നെ വെയിറ്റ് ലോസ് വരും, ഭയങ്കര ക്ഷീണം വരും. ഇതൊക്കെയാണ് ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം ആണെങ്കിൽ റെറ്റിനോപ്പതി, ഈ കണ്ണിനെല്ലാം കാഴ്ചയെ ബാധിക്കും. ഷുഗർ അൺകൺട്രോൾഡ് ആയിട്ട്, ഷുഗർ കൺട്രോൾഡ് അല്ലാതെ മരുന്ന് കഴിക്കാതെ ഷുഗർ ഇപ്പോഴും ഹൈ ആയിട്ടൊക്കെ ഇരിക്കുന്നവർക്ക് കാഴ്ചയ്ക്ക് പ്രശ്നങ്ങളെല്ലാം വരും. അതാണ് റെറ്റിനോപ്പതി. അതേപോലെ നെഫ്രോപ്പതി, ന്യൂറോൺസ് ഒക്കെ ഷുഗർ കൂടിയിട്ട് കാല് മുറിച്ച് കളഞ്ഞു അങ്ങനെയൊക്കെ പറയില്ലേ, കാല് വിരല് മുറിക്കേണ്ടി വന്നു, അതൊക്കെ. അതേപോലെ നെഫ്രോപ്പതി എന്ന് പറയുമ്പോൾ കിഡ്നിയെ ബാധിക്കുക. കിഡ്നിക്ക് ബാധിച്ച് നമുക്ക് മൈക്രോഅൽബുമിൻ എക്സ്ക്രീഷൻ എല്ലാം വന്ന് കിഡ്നി ഡാമേജ്. ഷുഗറിനെ എക്സ്ക്രീറ്റ് ചെയ്യുന്ന കിഡ്നി വഴിയാണല്ലോ യൂറിനിൽ കളയുന്നത്. അതാണ് നെഫ്രോപ്പതി. അടുത്ത് ന്യൂറോപ്പതി, നെർവ് എൻഡിങ്ങിലെല്ലാം സപ്ലൈ എല്ലാം പോയിട്ട് അവിടെ നെർവ് സപ്ലൈ ഇല്ലാതെയാവും. അവസാനം അവിടേക്ക് ബ്ലഡ്, ഇതൊക്കെ പ്രശ്നങ്ങൾ വന്ന് വിരലുകൾ മുറിക്കുക, കാല് മുറിക്കുക, ആംബ്യൂട്ടേഷൻ എന്ന് പറയും, അത് ചെയ്യേണ്ടി വരും. അതാണ് ലോങ് ടേം ആയിട്ട് വരുന്നത്. അക്യൂട്ട് ആയിട്ട് വരുന്നത്, ഇത് ലോങ് ടേമിൽ വരുന്നതാണ്. അക്യൂട്ട് ആയിട്ട് വരുന്നത് ഡയബറ്റിക് കീറ്റോസിഡോസിസ്. നമ്മുടെ അവിടെ ഷുഗർ ഉള്ള ഒരാൾക്ക് നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല, ഇൻസുലിൻ ഇല്ലാത്തത്. അങ്ങനെയുള്ളത് വരുമ്പോൾ ഫാറ്റ് മെറ്റബോൾസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഫാറ്റ് മെറ്റബോൾസിന്റെ എൻഡ് പ്രൊഡക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കീറ്റോൺസ് ആണ്. അപ്പോൾ കീറ്റോൺസ് വന്നു കഴിഞ്ഞാൽ അസിഡോസിസ് വരും നമ്മുടെ. അതാണ് ഡയബറ്റിസ് കാരണം അസിഡോസ് വരുന്നതിന് ഡയബറ്റിക് കീറ്റോസിഡോസിസ് എന്ന് പറയും. ഒപ്പം തന്നെ ഹൈപ്പർ ഓസ്മോളാർ ഹൈപ്പർഗ്ലൈസീമിക് സ്റ്റേറ്റ്, HSS, ഹൈപ്പർ ഓസ്മോളാർ. നല്ല ഇതെല്ലാം ഷുഗർ വളരെ കൂടുതലല്ല, അപ്പൊ ഓസ്മോളാരിറ്റി എല്ലാം കൂടുതലായിരിക്കും. ഹൈപ്പർഗ്ലൈസീമിക് സ്റ്റേറ്റ്, ഹൈപ്പർഗ്ലൈസീമിക് ഷുഗർ കൂടുതലായിട്ട് നമ്മുടെ ഇതിൽ
ഹൈപ്പർ ഓസ്മോളാരിറ്റി, യൂറിനിലെല്ലാം ഇതെല്ലാം കൂടെ അങ്ങനെയുള്ള HHS എന്ന് പറയുന്ന കണ്ടീഷനും ഉണ്ട്. ഈ ഡയബറ്റിക് കീറ്റോസിഡോസിസ് അതൊക്കെ തന്നെ പഠിച്ചു വെച്ചാൽ ധാരാളമാണ്. ലാബ് അസിസ്റ്റന്റ് എക്സാം ഒക്കെ ആകുമ്പോൾ ഡയബറ്റിക് കീറ്റോസിഡോസിസ് ഒക്കെ അറിഞ്ഞിരുന്നാൽ തന്നെ മതി. ഹൈപ്പർ ഓസ്മോളർ ഹൈപ്പർ ഗ്ലൈസമിക് സ്റ്റേറ്റ് ഒക്കെ കുറച്ചുകൂടി ഹയർ എൻഡിൽ വരുന്നതാണ്. ഇനി ഹൈപ്പോഗ്ലൈസീമിയ. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ ലെവൽ കുറവ് വരുന്ന കണ്ടീഷൻ. നമ്മൾ ഇൻസുലിൻ എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഡോസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഇൻസുലിനോമ, ഇൻസുലിൻ ഓവർഡോസ്, ഇങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പോൾ ഷുഗർ ലെവൽ കുറയും. നന്നായിട്ട് കുറഞ്ഞാൽ മരണം തന്നെ സംഭവിക്കാം. ഒരുപാട് നേരം ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്ന സമയത്തെല്ലാം പ്രൊലോങ്ഡ് ഫാസ്റ്റിംഗിൽ അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാത്തൊരവസ്ഥയിൽ, ഭക്ഷണം കഴിക്കാൻ വഴിയില്ല. ഇപ്പൊ നമ്മുടെ സിനിമകളിലൊക്കെ ഇപ്പോ ഭക്ഷണം ഒന്നും കിട്ടാതെ അങ്ങനെയുള്ള, ഇപ്പൊ നമ്മുടെ ആടുജീവിതം അതിലേക്ക് കണ്ടില്ല, ഭക്ഷണം കിട്ടാതെ അവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെയെല്ലാം വരുമ്പോഴും ഷുഗർ ലെവൽ നന്നായി കുറയും. ഭക്ഷണം കഴിക്കാൻ വഴിയില്ല, അവർ ഏതെങ്കിലും ഒരു മരുഭൂമിയിൽ വിട്ടുപോകുന്ന അങ്ങനെയൊക്കെ അവസ്ഥ വരുമ്പോഴും വരാം. ലിവർ ഫെയിലിയർ വരുമ്പോൾ ഇംപയർഡ് ആയിട്ടുള്ള പ്രോപ്പർ ഫംഗ്ഷനിങ് അല്ലാത്ത ഗ്ലൂക്കോനിയോജെൻസിസ്, നോൺ കാർബോഹൈഡ്രേറ്റ്, ഗ്ലൂക്കോസ് അല്ലാത്ത സാധനങ്ങളിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കും നമ്മുടെ ബോഡി, ഫാറ്റിൽ നിന്നെല്ലാം ഗ്ലൂക്കോസ് ഉണ്ടാക്കും. അത് അല്ലെങ്കിൽ ഗ്ലൈക്കോജിനോലൈസിസ്, ഗ്ലൈക്കോജനോലൈസിസ്, ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് ആക്കും. ഇതെല്ലാം ഇംപയർഡ് ആകുമ്പോഴും ഷുഗർ ലെവൽ കുറയും. അഡിസൺ ഡിസീസ്, അതായത് ഇവിടെ നമ്മൾക്ക് കോർട്ടിസോൾ, അതായത് കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ കോർട്ടിസോളിലേക്ക് ഹൈ ലെവൽ വരും. അഡിസൺ ഡിസീസ് വരുമ്പോൾ കോർട്ടിസോൾ ഡെഫിഷ്യൻസി വരും. അതുപോലെ സ്ട്രെസ് വന്നാൽ കോർട്ടിസോളിന്റെ അളവ് കൂടും, അത് ഷുഗർ കൂട്ടും. അഡിസൺ ഡിസീസ് വന്നാൽ കോർട്ടിസോൾ ഡെഫിഷ്യൻസി വരുന്നതാണ്. പിന്നെ സെപ്സിസ്, ക്രിട്ടിക്കൽ ഇൽനെസ് എല്ലാം ഗ്ലൂക്കോസ് കൺസപ്ഷൻ. സെപ്സിസ് എന്ന് പറയുമ്പോൾ എന്താ? ഇൻഫെക്ഷൻ, ബാക്ടീരിയ ഉണ്ടാവും. ഈ ബാക്ടീരിയ നമ്മുടെ ബോഡിയിലെ ഗ്ലൂക്കോസ് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഷുഗർ ലെവൽ കുറയും. നല്ല സിവിയർ ഒക്കെ ആയിട്ട് വരുമ്പോൾ അങ്ങനെ പറയുന്നതാണ്. പിന്നെ ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ, ആൽക്കഹോൾ ഒരുപാട് കഴിക്കുന്ന സമയത്ത് ഗ്ലൂക്കോനിയോജെൻസിസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. അതുകൊണ്ടാണ് ഒരുപാട് മദ്യപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബോധം കെട്ട് ഉറങ്ങുക, ഭക്ഷണം കഴിക്കാതെയൊക്കെ ഇരിക്കുന്ന, ബോധം കെട്ട് കിടക്കുകയായിരിക്കും. അങ്ങനെ ഒരുപാട് മദ്യപിച്ച് മരിച്ചുപോയി എന്നൊക്കെ പറയുന്നതിന്റെ ഒരു റീസൺ അവർ ഡയബറ്റിക് ഒക്കെ ആണെങ്കിൽ കൂടുതൽ റിസ്ക് വരാനുള്ള ഗ്ലൂക്കോനിയോജെൻസിസ്. അപ്പോൾ അവിടെ ന്യൂട്രിയൻസ് കിട്ടാതായി, ഗ്ലൂക്കോസ് കിട്ടാതായി. ബ്രെയിൻ വർക്ക് ചെയ്യണമെങ്കിൽ ഇത് വേണം. ഒരു ലിമിറ്റ് കഴിഞ്ഞു ഒരു ബോധമില്ലാതെ കിടക്കുകയാണ്, ആൽക്കഹോളിന്റെ ഒരുപാട് ഓവർഡോസ് കാരണം, അങ്ങനെയും മരണം സംഭവിക്കാം. അതാണ് ഗ്ലൂക്കോനിയോജെനിസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതുകൊണ്ട് ആൽക്കഹോൾ ഇൻടോക്സിസിൽ ആദ്യം ഹൈപ്പോഗ്ലൈസീമിയ വരും. അവരുടെ ആൽക്കഹോൾ ഡോസ് വളരെ കൂടുതലാണെങ്കിൽ അവർക്ക് മരണം മേ ബി സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുന്ന കേസുകളുണ്ട്. അതാണ് ഷുഗറിന്റെ ഇതിൽ വരുന്നത്. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വെറ്റിങ്, നന്നായിട്ട് വിയർപ്പ് വരിക, കൈ നന്നായി വിറയ്ക്കുക, ട്രെമേഴ്സ് വരിക, വിറയൽ വരിക, പാൽപിറ്റേഷൻ, നമ്മുടെ ഹാർട്ട് ബീറ്റിനെ നമുക്ക് ഫീൽ ചെയ്യുക, നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന ഫീൽ ചെയ്യുക, ഭയങ്കര കൺഫ്യൂഷൻ വരിക, ടെൻഷൻ ആവുന്ന പോലെ കൺഫ്യൂഷൻ വരിക, സീഷേഴ്സ് വരിക, ചിലപ്പോൾ അങ്ങനെ ഒരു അങ്ങനത്തെ അപസ്മാരം പോലെയുള്ള വരിക. പിന്നെ ഏറ്റവും അവസാനം വരികയാണെങ്കിൽ കോമ സ്റ്റേറ്റിൽ, സിവിയർ കേസിൽ നമ്മുടെ ഷുഗറിൽ ഫ്ലക്ച്വേഷൻ വന്നിട്ട് ഷുഗർ കുറഞ്ഞിട്ട് നമുക്ക് കോമ സ്റ്റേറ്റിലേക്ക് വരെ പോകും. ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ കോമ സ്റ്റേറ്റിൽ നമ്മൾ എത്തും.